മുരളി ഗ്രാമത്തിലെ ഒരു ചെറിയ തയ്യൽക്കടയിൽ ജോലി ചെയ്താണ് കുടുംബം പോറ്റിയിരുന്നത്. വലിയ വരുമാനമൊന്നുമില്ല, എങ്കിലും ആരോടും കൈനീട്ടാതെ ജീവിക്കണമെന്ന ആത്മാഭിമാനമുണ്ടായിരുന്നു. ഒരു ഷർട്ട് തുന്നിക്കൊടുത്താലും അത് സ്വന്തം വീട്ടുകാരന് തുന്നുന്നത് പോലെയുള്ള ശ്രദ്ധയോടെയായിരുന്നു മുരളിയുടെ ജോലി. സരസ്വതി വീട്ടമ്മയായിരുന്നു. വീട്ടിലെ ഓരോ ജോലിയും സന്തോഷത്തോടെ ചെയ്യുന്ന ഒരാൾ. ആ വീടിന്റെ ഏറ്റവും വലിയ സന്തോഷം മീനു ആയിരുന്നു. രാവിലെ കണ്ണു തുറന്നാൽ ആദ്യം അച്ഛനെ അന്വേഷിക്കും. അച്ഛൻ വീട്ടിലില്ലെങ്കിൽ വാതിലിനരികിൽ പോയി നിന്നുകൊണ്ട് അച്ഛൻ വരുന്ന വഴിയിലേക്ക് നോക്കും. മുരളി ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഓടിയെത്തി അച്ഛന്റെ കാലിൽ കെട്ടിപ്പിടിക്കുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടിയായിരുന്നു മുരളി ദിവസം മുഴുവൻ കഷ്ടപ്പെടുന്നത്. ഗ്രാമത്തിലുള്ള എല്ലാവർക്കും മീനുവിനെ വളരെ ഇഷ്ടമായിരുന്നു. ആരെങ്കിലും കണ്ടാൽ നാണിച്ചൊരു ചിരിച്ചിരിക്കും. പിന്നെ അമ്മയുടെ സാരിയുടെ പിന്നിൽ ഒളിക്കും. ആ കുസൃതി കാണാൻ അയൽവാസികൾക്കും വലിയ ഇഷ്ടമായിരുന്നു. ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി. മുരളിയുടെയും സരസ്വതിയുടെയും ജീവിതം പതുപോലെ മുന്നോട്ട് നീങ്ങി. വലിയ ആഗ്രഹങ്ങളൊന്നുമില്ലെങ്കിലും ചെറിയ സന്തോഷങ്ങളെ വലിയ ആഘോഷമാക്കി മാറ്റാൻ അവർക്കറിയാമായിരുന്നു. ഒരു വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ മുരളി മുറ്റത്തിരുന്ന് കളിക്കുന്ന മീനുവിനെ നോക്കി ചിരിച്ചു. മണ്ണുകൊണ്ട് ചെറിയ വീടുകൾ ഉണ്ടാക്കുകയായിരുന്നു അവൾ. അമ്മ അടുത്തിരുന്ന് നോക്കിക്കൊണ്ട് ഇടയ്ക്കിടെ കൈയടിച്ചും ചിരിച്ചും അവളെ പ്രോത്സാഹിപ്പിച്ചു. അപ്പോഴാണ് അയൽവാസിയായ രാമൻ ആ വീട്ടിലേക്ക് വന്നത്. മുരളി, അടുത്ത ആഴ്ച വലിയ ക്ഷേത്രോത്സവം തുടങ്ങുമല്ലോ. ഈ വർഷം കേട്ടോ, വലിയ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. ആനകളുടെ എഴുന്നള്ളിപ്പും, മേളം, നൃത്തപരിപാടികൾ, വെടിക്കെട്ട്. ഇത്തവണ ഒന്നും നഷ്ടപ്പെടുത്തരുത് കേട്ടോ. മുരളി ഒന്ന് ചിരിച്ചു. അങ്ങോട്ട് പോകാൻ ചെലവ് കുറച്ചല്ലോ രാമേട്ടാ. പിന്നെ ആ തിരക്ക് എനിക്ക് അത്ര ഇഷ്ടമല്ല. അത് കേട്ട് സരസ്വതി മൃദുവായി പറഞ്ഞു. നമ്മൾ വിവാഹം കഴിഞ്ഞിട്ട് പോലും ഒരുമിച്ചൊരു ഉത്സവം കാണാൻ പോയിട്ടില്ല. മീനു ഇതുവരെ ആഘോഷമൊന്നും കണ്ടിട്ടില്ല. മുരളി ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഭാര്യയുടെ വാക്കുകൾ മനസ്സിൽ തങ്ങി. ആ രാത്രി എല്ലാവരും ഉറങ്ങിയിട്ടും മുരളിക്ക് ഉറക്കം വന്നില്ല. കിടന്നുകൊണ്ട് മേൽക്കൂരയിലേക്ക് നോക്കുകയായിരുന്നു. ദിവസവും സമ്പാദിക്കുന്നത് വീട്ടുചെലവിന് തികയുന്നുണ്ടെങ്കിലും ഭാര്യയുടെയും മകളുടെയും ചെറിയ ആഗ്രഹങ്ങൾ പോലും പലപ്പോഴും മാറ്റിവെക്കേണ്ടി വരുന്നത് അവനെ വേദനിപ്പിച്ചിരുന്നു. പിറ്റേന്ന് രാവിലെ കടയിലെത്തിയപ്പോൾ ഒരു സ്ഥിരം കസ്റ്റമർ തയ്യൽ കൂലിക്കൊപ്പം ചെറിയൊരു ബോണസ് നൽകി. നിന്റെ ജോലി എപ്പോഴും നല്ല വൃത്തിയായിരിക്കും, ഇത് വെച്ചോളൂ. ആ പണം കയ്യിൽ കിട്ടിയപ്പോൾ മുരളിയുടെ മനസ്സിൽ ആദ്യം ഓർത്തത് സ്വന്തം ആവശ്യങ്ങളല്ല, സരസ്വതിയുടെ വാക്കുകളായിരുന്നു. മീനുവും ഇതുവരെ അങ്ങനെ ഒരു ആഘോഷം കണ്ടിട്ടില്ല എന്നുള്ളത്. വൈകുന്നേരം വീട്ടിലെത്തിയ ഉടൻ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സരസ്വതി, ഈ ഞായറാഴ്ച നമുക്ക് ഉത്സവത്തിന് പോകാം. അത് കേട്ട നിമിഷം സരസ്വതിയുടെ മുഖം സന്തോഷം കൊണ്ട് തെളിഞ്ഞു. ശരിക്കുമോ? മുരളി തല ഉലുക്കി. മീനുവിന് ഒന്നും മനസ്സിലായില്ല. പക്ഷെ അമ്മയും അച്ഛനും സന്തോഷിക്കുന്നത് കണ്ടപ്പോൾ അവളും കൈയടിച്ച് ചിരിക്കുകയായിരുന്നു. ആ ചെറിയ വീട്ടിൽ അന്ന് രാത്രി വലിയൊരു ആഘോഷത്തിന്റെ ആവേശമായിരുന്നു. എന്നാൽ അവർ ആ യാത്രയ്ക്കായി തയ്യാറെടുക്കുമ്പോൾ വിധി അവർക്കായി മറ്റൊരു യാത്രയും ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞായറാഴ്ച വരാൻ ഇനി 3 ദിവസം മാത്രം ബാക്കി. സരസ്വതി അലമാര തുറന്ന് തന്റെ ഏറ്റവും നല്ല സാരി എടുത്തു. വർഷത്തിൽ 1-2 പ്രാവശ്യമേ അത് അവൾ എടുക്കാറുണ്ടായിരുന്നുള്ളൂ. സാരി കയ്യിൽ പിടിച്ചെന്ന് അവളൊന്ന് പുഞ്ചിരിച്ചു. ഇത് തന്നെ മതി, പുതിയതൊന്നും വാങ്ങേണ്ട. മുരളി അത് കേട്ടു. ഭാര്യയ്ക്ക് പുതിയ സാരി വാങ്ങിക്കൊടുക്കാൻ കഴിയാത്തതിന്റെ ചെറിയൊരു വിഷമം അവന്റെ മനസ്സിൽ വീണ്ടും ഉയർന്നു. എന്നാൽ അതൊന്നും മുഖത്ത് കാണിക്കാതെ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അടുത്ത വർഷം നിനക്ക് പുതിയ സാരി വാങ്ങിത്തരാം. അടുത്ത ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങും വഴിയിൽ മുരളി ചെറിയൊരു കടയിൽ കയറി. അവിടെ തൂക്കിയിട്ടിരുന്ന നിറമുള്ള ചെറിയ ഹെയർ ക്ലിപ്പുകളും കുഞ്ഞുങ്ങൾക്കുള്ള വളകളും കളിപ്പാട്ടങ്ങളും അവൻ നോക്കി. കയ്യിൽ അധികം പണമില്ല. എന്നാൽ അവൻ ഒരു ചെറിയ പിങ്ക് നിറത്തിലുള്ള ഹെയർ ക്ലിപ്പും ശബ്ദമുണ്ടാക്കുന്ന ഒരു കുഞ്ഞൻ കളിപ്പാട്ട പക്ഷിയും വാങ്ങി. വീട്ടിലെത്തിയ ഉടൻ അത് മീനുവിന്റെ കയ്യിൽ കൊടുത്തു. ആ കുഞ്ഞ് സന്തോഷത്തോടെ പൊട്ടിച്ചിരിച്ചു. ഒടുവിൽ അവർ കാത്തിരുന്ന ഞായറാഴ്ച എത്തി. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ സരസ്വതി എഴുന്നേറ്റു. അടുക്കളയിൽ നിന്ന് ചായയുടെ മണവും ആവിയിൽ വേവുന്ന ഇഡലിയുടെ സുഗന്ധവും വീടാകെ പരന്നു. ഇന്ന് സാധാരണ ദിവസമല്ലായിരുന്നു. മുരളിയും പതിവിലും നേരത്തെ എഴുന്നേറ്റു. കുളിച്ച് ഇസ്തിരിയിട്ട് സൂക്ഷിച്ചിരുന്ന തന്റെ ഇളം നീല ഷർട്ട് ധരിച്ചു. പ്രത്യേക ദിവസങ്ങളിൽ മാത്രം ധരിക്കുന്ന ഷർട്ടായിരുന്നു അത്. സരസ്വതി പതുക്കെ മീനുവിനെ മടിയിലിരുത്തി. മോളെ, എഴുന്നേൽക്കൂ, ഇന്ന് നമുക്ക് ഉത്സവത്തിന് പോകേണ്ടേ? ഉത്സവം എന്ന വാക്ക് കേട്ടത് ഉറക്കച്ചെടവോടെ തന്നെ മീനു കണ്ണു തുറന്നു. ചെറിയൊരു പുഞ്ചിരി അവളുടെ മുഖത്ത് വിരിഞ്ഞു. ഭക്ഷണം കഴിച്ച് എല്ലാവരും യാത്രയ്ക്ക് തയ്യാറായി. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് സരസ്വതി പൂജാമുറിയിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചു. ദൈവമേ, ഇന്നത്തെ ദിവസം സന്തോഷത്തോടെ കഴിയണമേ. വീടിന്റെ വാതിൽ പൂട്ടി മുരളി ഒരു കൈയിൽ ചെറിയ തുണിസഞ്ചിയും മറ്റേ കൈയിൽ മീനുവിന്റെ കുഞ്ഞു കൈയും പിടിച്ചു നടന്നു. ആ 3 പേരും സന്തോഷത്തോടെ തന്നെ നടന്നു തുടങ്ങി. രാവിലെ തന്നെ ബസ് സ്റ്റാൻഡിൽ നല്ല തിരക്കായിരുന്നു. ഉത്സവം കാണാൻ ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ നിന്നെല്ലാം ആളുകൾ എത്തിയിരുന്നു. കുട്ടികളുടെ ചിരിയും ബസ്സുകളുടെ ഹോണും കച്ചവടക്കാരുടെ വിളികളും ചേർന്ന് അവിടെ മുഴുവൻ ഉത്സവത്തിന്റെ ആഘോഷം നിറച്ചിരുന്നു. മുരളി ഒരു കൈയിൽ തുണിസഞ്ചിയും മറ്റേ കൈയിൽ മീനുവിനെയും എടുത്തു നിന്നു. സരസ്വതി അവരുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ക്ഷേത്രത്തിലേക്കുള്ള ബസ് എത്തി. ആളുകൾ ഒരുമിച്ച് ബസ്സിലേക്ക് കയറാൻ തുടങ്ങി. പതുക്കെ, തള്ളരുതേ എന്ന് കണ്ടക്ടർ ഉറക്കെ വിളിച്ചെങ്കിലും ആരും കേൾക്കുന്നുണ്ടായിരുന്നില്ല. മുരളി ആദ്യം സരസ്വതിയെ ബസ്സിൽ കയറ്റി. ശേഷം മീനുവിനെ കൈകളിലെടുത്ത് അകത്തേക്ക് കയറി. ബസ് യാത്ര തുടങ്ങി.
ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കുന്ന മീനുവിനെല്ലാം പുതിയ കാഴ്ചകളായിരുന്നു. പച്ച നിറഞ്ഞ വയലുകൾ, തെങ്ങിൻ തോപ്പുകൾ, ചെറിയ പാലങ്ങൾ, ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ. ഓരോന്നും കണ്ടപ്പോൾ അവൾ വിരൽ ചൂണ്ടി സന്തോഷത്തോടെ എന്തൊക്കെയോ പറയുമായിരുന്നു. മുരളിയും സരസ്വതിയും ആ സന്തോഷം നോക്കിയിരുന്നു. ഏകദേശം 1.5 മണിക്കൂറിന് ശേഷം ബസ് ക്ഷേത്രത്തിനടുത്തെത്തി. അവിടെ ഇറങ്ങിയ നിമിഷം തന്നെ ഉത്സവത്തിന്റെ ആവേശം അവരെ പൊതിഞ്ഞു. ദൂരെയായി മേളത്തിന്റെ താളം, വർണ്ണക്കൊടികൾ കാറ്റിൽ പാറുന്നു. കളിപ്പാട്ടക്കടകൾ നിരനിരയായി. മിഠായിയുടെ മണം, ചുട്ട ചോളത്തിന്റെ പുക, ബലൂണുകളുമായി ഓടി നടക്കുന്ന കുട്ടികൾ. ഓരോ ഭാഗവും ജീവൻ നിറഞ്ഞ ഒരു ലോകം പോലെ. മീനു ഇതുവരെ കാണാത്ത കാഴ്ചകൾ കണ്ട് അത്ഭുതത്തോടെ ചുറ്റും നോക്കിക്കൊണ്ടിരുന്നു. അവളുടെ കണ്ണുകൾ ഓരോ നിമിഷവും പുതിയൊരു അത്ഭുതം തേടുകയായിരുന്നു. മുരളി അവളുടെ കൈ ഒന്നുകൂടി മുറുകെ പിടിച്ചു. തിരക്കാണ്, കൈ വിടരുത് കേട്ടോ. മീനുവിന് ആ വാക്കുകൾ പൂർണ്ണമായി മനസ്സിലായില്ല. പക്ഷെ അവൾ അച്ഛന്റെ വിരലിൽ തന്റെ ചെറിയ കൈ മുറുകെ കോർത്തു പിടിച്ചു. ആ 3 പേരും ജനക്കൂട്ടത്തിനിടയിലൂടെ പതുക്കെ മുന്നോട്ട് നീങ്ങി. അപ്പോൾ ആളുകളുടെ ഇടയിലൂടെ ഒരു ചെറിയ കുട്ടി കരഞ്ഞുകൊണ്ട് ഓടി വന്നു. അവനെ പിടിക്കാൻ പിന്നാലെ കുറച്ചുപേർ ഓടുന്നത് കണ്ട് പലരും പെട്ടെന്ന് വശങ്ങളിലേക്ക് മാറി. ഒരു നിമിഷം കൊണ്ട് ജനക്കൂട്ടത്തിന്റെ ഒഴുക്ക് മാറി. പലരും മുന്നോട്ട് തള്ളപ്പെട്ടു. ആരും മനഃപൂർവ്വം ചെയ്തതല്ല. പക്ഷെ ആ ഒരു നിമിഷത്തെ തിരക്കാണ് ഒരു കുടുംബത്തിന്റെ ജീവിതം എന്നേക്കുമായി മാറ്റിമറിക്കാൻ പോകുന്നത്. ജനക്കൂട്ടത്തിന്റെ ഒഴുക്ക് പെട്ടെന്ന് ശക്തമായി. മുന്നിൽ നിന്നവർ പോലും പിന്നിലേക്ക് തള്ളപ്പെട്ടു. പിന്നിൽ നിന്നവർ മുന്നിലേക്ക് കയറി. എല്ലാവരും എഴുന്നള്ളിപ്പ് കാണാനുള്ള തിരക്കിലായിരുന്നു. മുരളി തന്റെ ഒരു കൈ കൊണ്ട് മീനുവിന്റെ കുഞ്ഞു കൈ മുറുകെ പിടിച്ചിരുന്നു. മറ്റേ കൈകൊണ്ട് സരസ്വതിയെ സംരക്ഷിക്കാൻ ശ്രമിച്ചു. സരസ്വതി എന്റെ അടുത്ത് തന്നെ നിൽക്ക്, അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ശബ്ദം മുഴുവൻ ചെണ്ടമേളത്തിലും ആളുകളുടെ ആരവത്തിലും മുങ്ങിപ്പോയി. അപ്പോഴാണ് ദൂരെയായി ആകാശത്തേക്ക് ആദ്യത്തെ വെടിക്കെട്ട് ഉയർന്നത്. ആ വലിയ ശബ്ദം കേട്ടു മീനു ഭയന്നുപോയി. അവൾ സ്വാഭാവികമായി അച്ഛന്റെ കയ്യിൽ നിന്ന് കൈ വലിച്ചെടുത്ത് 2 കൈകളും ചെവിയിൽ ചേർത്ത് പിടിച്ചു. അത് സംഭവിച്ചത് ഒരു നിമിഷം മാത്രമായിരുന്നു. അതേ നിമിഷം പിന്നിൽ നിന്ന് ആളുകളുടെ ഒരു വലിയ തള്ളൽ. മുരളിയുടെ ശരീരം മുന്നോട്ട് ആഞ്ഞു നീങ്ങി. സരസ്വതി ഒരു വശത്തേക്ക് തെന്നി. മീനു! മുരളി ഉടനെ തിരിഞ്ഞു നോക്കി. അവൾ തൊട്ടു മുന്നിൽ നിൽക്കേണ്ട സ്ഥലത്ത് ഒരു ചുവന്ന ബലൂൺ മാത്രം ആകാശത്തേക്ക് പതുക്കെ ഉയരുകയായിരുന്നു. മീനുവിനെ കാണാനില്ല. ആദ്യ നിമിഷം മുരളിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ തന്നെ ഉണ്ടാവും. അവൻ ചുറ്റും നോക്കി. സരസ്വതിയും ഭയന്നുകൊണ്ട് എല്ലായിടവും കണ്ണോടിച്ചു. മീനു മോളെ! അവളുടെ ശബ്ദം വിറച്ചു. ജനക്കൂട്ടത്തിനിടയിൽ 100 കണക്കിന് കുട്ടികൾ ഉണ്ടായിരുന്നു. ഓരോ കുഞ്ഞിനെയും കണ്ടപ്പോൾ ഒരു നിമിഷം പ്രതീക്ഷ തോന്നി. പക്ഷേ അവരിൽ ഒരാളും അവരുടെ മീനു ആയിരുന്നില്ല. മുരളിയുടെ നെഞ്ചിടിപ്പ് കൂടിക്കൊണ്ടിരുന്നു. അവൻ ആളുകളെ തള്ളി മുന്നോട്ട് ഓടി. ഒന്ന് മാറൂ, എന്റെ കുഞ്ഞിനെ കാണുന്നില്ല. ആരും നിന്നില്ല. ആർക്ക് സമയമുണ്ടായിരുന്നില്ല. ഓരോരുത്തരും അവരവരുടെ ആഘോഷത്തിൽ മുഴുകിയിരുന്നു. ആയിരക്കണക്കിന് ആളുകൾക്കിടയിൽ 3 വയസ്സുള്ള ഒരു കുഞ്ഞ് പൂർണ്ണമായും ഒറ്റയ്ക്കായി. ആ നിമിഷം മുതൽ ആ കുടുംബത്തിന്റെ ജീവിതം 2ആയി പിരിഞ്ഞു. ആദ്യത്തെ 1 മിനിറ്റ് മുരളിക്കും സരസ്വതിക്കും ഇത് വലിയൊരു അപകടമാണെന്ന് തോന്നിയില്ല. ഇത്ര ചെറിയ കുട്ടിയല്ലേ, തൊട്ടടുത്ത് എവിടെങ്കിലും നിൽക്കുന്നുണ്ടാവും എന്നായിരുന്നു അവരുടെ വിശ്വാസം. മുരളി വേഗത്തിൽ ഇടതുവശത്തുള്ള കളിപ്പാട്ടക്കടയിലേക്ക് ഓടി. ഓരോ കടയുടെയും മുന്നിൽ നിന്നുകൊണ്ട് അവൻ ഒരേ ചോദ്യം ആവർത്തിച്ചു. ചേട്ടാ, പിങ്ക് ഫ്രോക്ക് ഇട്ട 3 വയസ്സുള്ള ഒരു കുഞ്ഞിനെ കണ്ടോ? എല്ലാവരും ഒരേ മറുപടി, ഇല്ല. സരസ്വതി മറുവശത്തേക്ക് ഓടി. ബലൂൺ വിൽക്കുന്ന ആളോടും ഐസ്ക്രീം കച്ചവടക്കാരനോടും മിഠായി കടക്കാരനോടും എല്ലാവരോടും ചോദിച്ചു. ആർക്കും ഒന്നും അറിയില്ല. സമയം കടന്നു പോകുന്തോറും അവരുടെ നെഞ്ചിൽ ഭയം വളർന്നു. മുരളി വീണ്ടും സരസ്വതിയുടെ അടുത്തെത്തി. അവന്റെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞിരുന്നു. കിട്ടിയോ? സരസ്വതി കണ്ണുനീർ തുടച്ചുകൊണ്ട് പതുക്കെ തലകുലുക്കി. ഇല്ല. ആ ഒരു വാക്ക് മുരളിയുടെ മനസ്സിനെ തകർത്തു. അവൻ ഒരു നിമിഷം പോലും വൈകാതെ മീനുവിന്റെ പേര് ഉറക്കെ വിളിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ജനക്കൂട്ടത്തിനിടയിലേക്ക് ഓടി. മീനു മോളെ, എവിടെയാ നീ? ആളുകൾ തിരിഞ്ഞു നോക്കിയെങ്കിലും ആരും കുഞ്ഞിനെ കണ്ടതായി പറഞ്ഞില്ല. അപ്പോഴാണ് ഉത്സവ കമ്മിറ്റി ഓഫീസിലേക്ക് പോകണമെന്ന് ഒരാൾ പറഞ്ഞത്. കാണാതായ കുട്ടികളെ അവിടെ അറിയിക്കാറുണ്ട്. ആ വാക്ക് കേട്ടതും മുരളിയും സരസ്വതിയും ഓടിക്കൊണ്ടിരുന്നു. അവരുടെ കാലുകൾ തളർന്നിരുന്നെങ്കിലും പ്രതീക്ഷ മാത്രം അവരെ മുന്നോട്ട് നയിച്ചു. പക്ഷേ അവർ അറിയാതെ അതേസമയം ഉത്സവപ്പറമ്പിൽ നിന്ന് വളരെ അകലെയായി ഒരു ചെറിയ കുഞ്ഞു കരഞ്ഞുകൊണ്ട് ആരെയും തിരിച്ചറിയാതെ ജനക്കൂട്ടത്തിനൊപ്പം പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉത്സവ കമ്മിറ്റി ഓഫീസിലേക്ക് ഓടിക്കയറിയ മുരളിക്ക് ശ്വാസം പോലും നേരെ എടുക്കാൻ കഴിഞ്ഞില്ല. സാർ, ഞങ്ങളുടെ കുഞ്ഞിനെ കാണുന്നില്ല. 3 വയസ്സാണ്. പിങ്ക് ഫ്രോക്ക്, മുടിയിൽ പിങ്ക് ക്ലിപ്പ്. അവന്റെ ശബ്ദം വിറച്ചിരുന്നു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഉടൻ എഴുന്നേറ്റു. ഭയപ്പെടേണ്ട, ആദ്യം ഇരിക്കൂ. കുഞ്ഞിന്റെ പേരെന്താണ്? മീനു. എപ്പോഴാണ് കാണാതായത്? 5 അല്ല 10 മിനിറ്റ് ആയിട്ടുണ്ടാവും. അവർ എല്ലാ വിവരങ്ങളും എഴുതി. മീനുവിന്റെ രൂപം, വസ്ത്രം, ഹെയർ ക്ലിപ്പ്, കയ്യിലുണ്ടായിരുന്ന ചുവന്ന ബലൂൺ എല്ലാം രേഖപ്പെടുത്തി. ഉടൻ തന്നെ ലൗഡ് സ്പീക്കറിലൂടെ പ്രഖ്യാപനം വന്നു. ശ്രദ്ധിക്കുക, ഏകദേശം 3 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കാണാതായിട്ടുണ്ട്. പിങ്ക് നിറത്തിലുള്ള ഫ്രോക്ക് ധരിച്ചിരിക്കുന്നു. പേര് മീനു. ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ദയവായി ഉത്സവ കമ്മിറ്റി ഓഫീസിൽ അറിയിക്കുക. ആ പ്രഖ്യാപനം കുറച്ചു സമയത്തേക്ക് ആവർത്തിച്ചു. ഓരോ തവണയും അത് കേൾക്കുമ്പോൾ സരസ്വതിയുടെ കണ്ണുകൾ വാതിലിലേക്ക് നീളും. ഇപ്പോൾ ആരെങ്കിലും കൊണ്ടുവരും.
അവൾ മനസ്സിൽ പറഞ്ഞു. പക്ഷെ മിനിറ്റുകൾ കടന്നുപോയി, ആരും വന്നില്ല. അതേസമയം ഉത്സവപ്പറമ്പിൽ നിന്ന് കുറച്ചകലെ മീനു ഇപ്പോഴും കരയുകയായിരുന്നു. അച്ഛനെയും അമ്മയും കാണാനില്ല, ചുറ്റും അപരിചിതരായ മുഖങ്ങൾ മാത്രം. കരഞ്ഞു കരഞ്ഞ് അവളുടെ ശബ്ദം പോലും ക്ഷീണിച്ചിരുന്നു. ആ സമയത്താണ് 50ഓളം വയസ്സ് തോന്നിക്കുന്ന ഒരു സ്ത്രീ അവളെ ശ്രദ്ധിച്ചത്. അവൾ പതുക്കെ മീനുവിന്റെ അടുത്തേക്ക് നടന്നു. മോളെ, എന്തിനാ കരയുന്നത്? മീനു മറുപടി പറഞ്ഞില്ല. കരഞ്ഞുകൊണ്ട് അമ്മ എന്നൊരു വാക്ക് മാത്രം പറഞ്ഞു. ആ സ്ത്രീ ചുറ്റും നോക്കി. അടുത്ത് ആരും കുഞ്ഞിനെ അന്വേഷിക്കുന്നതായി കാണുന്നില്ല. അപ്പോൾ വീണ്ടും ചോദിച്ചു, അമ്മ എവിടെയാ? മീനുവിനൊന്നും പറയാൻ കഴിഞ്ഞില്ല. അവൾ വീണ്ടും കരയാൻ തുടങ്ങി. ആ ഒരു നിമിഷം സ്ത്രീ ആലോചിച്ചു. പിന്നീട് പതുക്കെ കുഞ്ഞിനെ കൈകളിലെടുത്തു. മീനുവിനെ കൈകളിലെടുത്ത സ്ത്രീ പതുക്കെ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. കരയേണ്ട മോളെ, അമ്മയെ നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷെ മീനുവിന്റെ കരച്ചിൽ നിർത്തിയില്ല. അവൾ വീണ്ടും വീണ്ടും ഒരേ വാക്കു മാത്രം പറഞ്ഞു, അമ്മ, അമ്മേ. ആ സ്ത്രീയുടെ പേര് ശാന്ത എന്നായിരുന്നു. അവൾ തൊട്ടടുത്ത ജില്ലയിൽ നിന്നാണ് ഉത്സവം കാണാൻ വന്നത്. കൂടെ വന്നിരുന്ന ബന്ധുക്കളെ തിരഞ്ഞെങ്കിലും തിരക്കിൽ അവരെയും കാണാനായില്ല. ഒരു കൈയിൽ കരയുന്ന കുഞ്ഞ്, മറ്റേ കൈയിൽ സ്വന്തം ബാഗ്, ചുറ്റും ആയിരക്കണക്കിന് ആളുകൾ. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു നിമിഷം മനസ്സിലായില്ല. അപ്പോഴാണ് ദൂരെയായി വീണ്ടും വെടിക്കെട്ട് ആരംഭിച്ചത്. ജനക്കൂട്ടം വീണ്ടും ഒരേ ദിശയിലേക്ക് നീങ്ങി തുടങ്ങി. ശാന്തയ്ക്ക് ഒരു പേടി തോന്നി. ഈ തിരക്കിൽ കുഞ്ഞിനെ വീണ്ടും താഴെ നിർത്തിയാൽ അപകടമാകും എന്നായിരുന്നു അവളുടെ ചിന്ത. അവൾ മീനുവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് തിരക്കിൽ നിന്ന് പുറത്തേക്ക് നടന്നു. അവളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യം മാത്രമായിരുന്നു, ആദ്യം ഈ കുഞ്ഞിനെ സുരക്ഷിതമായ ഒരിടത്തേക്ക് കൊണ്ടുപോകണം. അതേസമയം ഉത്സവ കമ്മിറ്റി ഓഫീസിൽ സമയം അതിവേഗം കടന്നു പോവുകയായിരുന്നു. ഓരോ 5 മിനിറ്റിലും അനൗൺസ്മെന്റ് നടക്കുന്നു. ഓരോ 10 മിനിറ്റിലും പുതിയ ആളുകളോട് ചോദ്യം. ഓരോ നിമിഷവും പുതിയ പ്രതീക്ഷ. ഓരോ നിമിഷത്തിനിടയിലും പുതിയ നിരാശ. മുരളി പോലീസിനൊപ്പം ഉത്സവപ്പറമ്പിന്റെ ഓരോ കോണിലേക്കും ഓടി. സരസ്വതി കമ്മിറ്റി ഓഫീസിന്റെ വാതിക്കൽ നിന്നുകൊണ്ട് ഓരോ കുഞ്ഞിനെയും പ്രതീക്ഷയോടെ നോക്കി. ഒരു കുട്ടിയെ ആരെങ്കിലും കൈപിടിച്ചു കൊണ്ടുവന്നാൽ അവൾ ആദ്യം ഓടിയെത്തും. പക്ഷെ ഓരോ തവണയും അത് മറ്റാരുടെയോ കുഞ്ഞായിരുന്നു. രാത്രി ഇരുട്ട് പതുക്കെ ഉത്സവപ്പറമ്പിനെ മൂടി തുടങ്ങി. വർണ്ണവിളക്കുകൾ തെളിഞ്ഞു. മേളത്തിന്റെ ശബ്ദം വീണ്ടും ഉയർന്നു. ആയിരക്കണക്കിന് ആളുകൾ ആഘോഷത്തിലായിരുന്നു. പക്ഷേ ആ ആഘോഷത്തിന്റെ നടുവിൽ ഒരച്ഛനും അമ്മയും അവരുടെ ലോകം മുഴുവൻ നഷ്ടപ്പെട്ടെന്ന തിരിച്ചറിവിന്റെ വക്കിൽ എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർക്കപ്പോൾ അറിയില്ലായിരുന്നു മീനു ജീവനോടെയുണ്ട്. പക്ഷെ ഓരോ മിനിറ്റും കടന്നു പോകുന്തോറും അവളെ തിരികെ കണ്ടെത്തുക കൂടുതൽ ബുദ്ധിമുട്ടായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാത്രി പൂർണ്ണമായും നീണ്ടു. ഉത്സവപ്പറമ്പ് വർണ്ണ വെളിച്ചത്തിൽ മുങ്ങിയിരുന്നെങ്കിലും മുരളിയുടെയും സരസ്വതിയുടെയും മനസ്സിൽ ഇരുട്ടു മാത്രമായിരുന്നു. മുരളി പോലീസിനൊപ്പം ഓരോ വഴിയും പരിശോധിച്ചു. ക്ഷേത്രത്തിന് പിന്നിലെ ഇടവഴികൾ, ഭക്ഷണക്കടകളുടെ പിന്നാമ്പുറങ്ങൾ, വിശ്രമമുറികൾ, കുട്ടികൾ കളിക്കുന്ന സ്ഥലങ്ങൾ, എല്ലായിടത്തും ഒരേ ചോദ്യം. പിങ്ക് ഫ്രോക്ക് ധരിച്ച 3 വയസ്സുള്ള ഒരു കുഞ്ഞിനെ കണ്ടോ? എല്ലായിടത്തും ഒരേ മറുപടി, ഇല്ല. സരസ്വതി കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിൽക്കുകയായിരുന്നു. ഓരോ കുഞ്ഞിനെ കണ്ടാലും അവളുടെ ഹൃദയം ഒന്ന് പിടയും. ഓരോ തവണയും അവൾ ഓടിച്ചെന്ന് നോക്കും. അടുത്തെത്തുമ്പോൾ ഇത് നമ്മുടെ മീനു അല്ല. ആ തിരിച്ചറിവ് വീണ്ടും വീണ്ടും അവളെ തകർത്തു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അടുത്തു വന്നു. ചേച്ചി, വിഷമിക്കണ്ട, പലപ്പോഴും കുട്ടികൾ കുറച്ചു മണിക്കൂറിനുള്ളിൽ കിട്ടാറുണ്ട്. ആ വാക്കുകൾ ആശ്വാസത്തിനായിരുന്നെങ്കിലും സരസ്വതിയുടെ മനസ്സിലെ ഭയം കുറയുന്നില്ല. അതേസമയം ശാന്ത മീനുവിനെ തിരക്കിൽ നിന്ന് അകലെയുള്ള ഒരു ചെറിയ ചായക്കടയുടെ മുന്നിലെ ബെഞ്ചിലിരുത്തി. കടക്കാരിൽ നിന്ന് ഒരു ഗ്ലാസ് പാലും കുറച്ച് ബിസ്ക്കറ്റും വാങ്ങി. കരഞ്ഞു ക്ഷീണിച്ച മീനു ഒന്നും കഴിക്കാൻ തയ്യാറായില്ല. അവൾക്ക് വേണ്ടിയിരുന്നത് അമ്മയുടെ മടിയും അച്ഛന്റെ കൈയും മാത്രമായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ കരഞ്ഞു കരഞ്ഞ് അവൾ ശാന്തയുടെ തോളിൽ തല ചായ്ച്ചുറങ്ങിപ്പോയി. ആ ചെറിയ മുഖത്തേക്ക് ശാന്ത കുറച്ചു നേരം നോക്കി നിന്നു. അവളുടെ കണ്ണുകളിൽ പറയാനാകാത്ത ഒരു വേദന തെളിഞ്ഞു. മൃദുവായി അവൾ പറഞ്ഞു, എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു കുഞ്ഞിനെ ഞാൻ കൈകളിൽ എടുക്കുന്നത്. ആ വാക്കുകളുടെ അർത്ഥം ആർക്കും തിരിച്ചറിയാനായില്ല. പക്ഷേ അവളുടെ ഭൂതകാലത്തിൽ മറഞ്ഞു കിടക്കുന്ന ഒരു വലിയ ദുഃഖത്തിന്റെ ആദ്യ സൂചനയായിരുന്നു അത്. അതേസമയം ഉത്സവപ്പറമ്പിൽ ഒരു പോലീസുകാരൻ മുരളിയുടെ അടുത്തേക്ക് വന്നു. അവന്റെ മുഖഭാവം കണ്ടപ്പോൾ മുരളിയുടെ നെഞ്ചിടിപ്പ് കൂടി. ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. മുരളി പ്രതീക്ഷയോടെ പോലീസുകാരന്റെ മുഖത്തേക്ക് നോക്കി. ഒരു സ്ത്രീ കരയുന്ന ഒരു ചെറിയ പെൺകുട്ടിയെ എടുത്തുകൊണ്ട് ഉത്സവപ്പറമ്പിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് ചിലർ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആ വാക്കുകൾ കേട്ടതും മുരളിയുടെയും സരസ്വതിയുടെയും ശരീരത്തിലൂടെ ഒരു വിറയൽ പാഞ്ഞുപോയി. ആ സ്ത്രീ ആരാണ്? മുരളിയുടെ ശബ്ദം വിറച്ചുപോയി. പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു നിമിഷം മൗനമായി നിന്നു. അതാണിപ്പോൾ പ്രശ്നം. ആരും അവളുടെ മുഖം വ്യക്തമായി കണ്ടിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് പറയുന്നത്? ഒരു ബലൂൺ വിൽപ്പനക്കാരനും ഒരു ചായക്കടക്കാരനും പറഞ്ഞതാണ് കരഞ്ഞുകൊണ്ടിരുന്ന ഒരു കുഞ്ഞിനെ ഒരു സ്ത്രീ എടുത്തുകൊണ്ട് പോകുന്നത് അവർ കണ്ടുവെന്ന്. ആ വാക്കുകൾ കേട്ടതോടെ സരസ്വതി തളർന്നടുത്തുള്ള കസേരയിലേക്ക് ഇരുന്നു പോയി. അവൾ എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയോ? കണ്ണുനീർ നിയന്ത്രിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. മുരളി അവളുടെ തോളിൽ കൈവച്ചു. എന്നാൽ സ്വന്തം കൈകളും വിറയ്ക്കുന്നുണ്ടായിരുന്നു. പോലീസ് ഉടൻ തന്നെ അന്വേഷണം വ്യാപിപ്പിച്ചു. ഉത്സവപ്പറമ്പിൽ നിന്ന് പുറത്തേക്കുള്ള എല്ലാ റോഡുകളിലേക്കും വിവരം കൈമാറി. അടുത്തുള്ള ബസ് സ്റ്റാൻഡിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും ഹൈവേ പോലീസ് ചെക്ക് പോസ്റ്റുകളിലേക്കും.
ആ കാലത്ത് മൊബൈൽ ഫോണുകൾ എല്ലാവരുടെയും കൈകളിലില്ല. CCTV ക്യാമറകളും വളരെ കുറവായിരുന്നു. അതുകൊണ്ട് ഓരോ വിവരവും ആളുകളുടെ ഓർമ്മകളെ ആശ്രയിച്ചായിരുന്നു. അതേസമയം ശാന്ത ഉറങ്ങിക്കിടക്കുന്ന മീനുവിനെയും കൊണ്ട് ബസ് സ്റ്റാൻഡിനടുത്തെത്തി. അവളുടെ മുഖത്ത് ആശയക്കുഴപ്പം വ്യക്തമായിരുന്നു. ഇനി എന്ത് ചെയ്യണം? അവൾ സ്വയം ചോദിച്ചു. ഒരു ബസ് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. കണ്ടക്ടർ ഉറക്കെ വിളിച്ചു, വേഗം കയറൂ, ബസ് പോകും. ശാന്തയുടെ കണ്ണുകൾ ഒരു നിമിഷം ഉത്സവപ്പറമ്പിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു, പിന്നെ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിന്റെ മുഖത്തേക്കും. അവളുടെ മനസ്സിൽ രണ്ട് ചിന്തകൾ ഏറ്റുമുട്ടുകയായിരുന്നു. തിരികെ പോകണോ, അല്ലെങ്കിൽ ആദ്യം സുരക്ഷിതമായ സ്ഥലത്തേക്ക് പോകണോ? അവൾ ഒരു തീരുമാനമെടുത്തു. മീനുവിനെ ചേർത്ത് പിടിച്ച് ബസ്സിലേക്ക് കയറി. അതേസമയം കമ്മിറ്റി ഓഫീസിൽ നിന്ന് ഒരു പോലീസുകാരൻ ബസ് സ്റ്റാൻഡിലേക്ക് ഓടിയെത്തി. അവൻ ഓരോ ബസ്സിലും കയറി കുഞ്ഞിനെ അന്വേഷിക്കാൻ തുടങ്ങി. പക്ഷേ ശാന്ത കയറിയ ബസ് അവൻ എത്തുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് സ്റ്റാൻഡ് വിട്ടു പോയിരുന്നു. ആ 2 നിമിഷങ്ങളുടെ വ്യത്യാസം 20 വർഷത്തെ വേർപാടായി മാറുമെന്ന് അപ്പോൾ ആരും അറിഞ്ഞിരുന്നില്ല. ബസ് പതുക്കെ സ്റ്റാൻഡിൽ നിന്ന് മുന്നോട്ട് നീങ്ങി. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് ശാന്ത ഒരു ദീർഘനിശ്വാസം വിട്ടു. അവളുടെ മടിയിൽ മീനു ഇപ്പോഴും ഉറക്കത്തിലായിരുന്നു. കരഞ്ഞു തളർന്നതിനാൽ അവൾക്ക് ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയില്ലായിരുന്നു. ബസ് മുന്നോട്ട് പോകുമ്പോൾ ശാന്തയുടെ മനസ്സിൽ ഒരു ചോദ്യം മാത്രം മുഴങ്ങിക്കൊണ്ടിരുന്നു. ഞാൻ ചെയ്തത് ശരിയായിരുന്നോ? ആ ഒരു നിമിഷം അവൾ കണ്ടക്ടറോട് പറയണമെന്ന് വിചാരിച്ചു. ഈ കുഞ്ഞിനെ ഉത്സവത്തിൽ നിന്ന് കിട്ടിയതാണ്. പക്ഷെ അതേ നിമിഷം മറ്റൊരു ചിന്ത അവളെ തടഞ്ഞു. ആദ്യം വീട്ടിലെത്താം, നാളെ രാവിലെ പോലീസിൽ വിവരം അറിയിക്കാം. ആ തീരുമാനം അവൾക്കപ്പോൾ ശരിയാണെന്ന് തോന്നി. പക്ഷേ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റുകൾ പലപ്പോഴും നല്ല ഉദ്ദേശത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അതേസമയം ഉത്സവ കമ്മിറ്റി ഓഫീസിൽ മുരളി ഒരു നിമിഷം പോലും വെറുതെ നിന്നില്ല. പോലീസുകാരൻ പറഞ്ഞ ഓരോ വിവരവും പിടിച്ചുപറ്റി അവൻ ഓടുകയായിരുന്നു. ബസ് സ്റ്റാൻഡിലെത്തി. അവിടെ നിൽക്കുന്ന ഓരോ ബസ്സിലും കയറി നോക്കി. ഓരോ സീറ്റിലും ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചു. ഓരോ സ്ത്രീയുടെയും മുഖത്തേക്ക് പ്രതീക്ഷയോടെ നോക്കി. പക്ഷേ മീനുവിനെ മാത്രം കണ്ടില്ല. സാർ, അവൻ കണ്ടക്ടറോട് ചോദിച്ചു. ഇപ്പോൾ കുറച്ചു മുമ്പ് ഒരു സ്ത്രീ ഉറങ്ങുന്ന ഒരു ചെറിയ കുഞ്ഞുമായി സ്റ്റാൻഡിൽ നിന്ന് പോയിട്ടുണ്ടോ? കണ്ടക്ടർ കുറച്ചുനേരം ആലോചിച്ചു. അതെ, ഒരു ബസ് 5 മിനിറ്റ് മുമ്പ് പോയി. മുരളിയുടെ കണ്ണുകൾ തെളിഞ്ഞു. ഏത് ബസ്? കണ്ടക്ടർ റൂട്ട് പറഞ്ഞു. മുരളി ഉടനെ പോലീസിനെ നോക്കി. സാർ, ആ ബസ്സിനെ പിടിക്കാമല്ലോ അല്ലേ? പോലീസുകാരൻ നിരാശയോടെ തലകുലുക്കി. ഈ സമയത്ത് അത് വളരെ ദൂരം പോയിട്ടുണ്ടാവും. എങ്കിലും വയർലെസ്സിലൂടെ വിവരം കൊടുക്കാം. ഉടൻ സന്ദേശം കൈമാറി. പക്ഷെ ബസ്സിന്റെ നമ്പർ ആർക്കും അറിയില്ല. ആ സ്ത്രീയുടെ പേരും അറിയില്ല. അവൾ ഏത് സ്റ്റോപ്പിലാണ് ഇറങ്ങാൻ പോകുന്നതെന്നും അറിയില്ല. ആ വിവരം അന്വേഷണം ആരംഭിക്കാൻ സഹായിച്ചെങ്കിലും കുഞ്ഞിനെ കണ്ടെത്താൻ അത് മതിയായിരുന്നില്ല. ആ രാത്രി മുരളിയും സരസ്വതിയും ആദ്യമായൊരു സത്യം മനസ്സിലാക്കി. മീനു ഇനി ഉത്സവപ്പറമ്പിലില്ല. അവൾ എവിടെയോ ഉണ്ട്. പക്ഷെ എവിടെയാണെന്ന് മാത്രം ആർക്കും അറിയില്ല. ആ തിരിച്ചറിവ് അവരുടെ ഹൃദയത്തിൽ ആദ്യമായി യഥാർത്ഥ ഭയം നിറച്ചു. രാത്രി 12 മണി കഴിഞ്ഞിരുന്നു. ഉത്സവപ്പറമ്പിലെ ആഘോഷങ്ങൾ അവസാനിച്ചു തുടങ്ങി. ആളുകൾ ഓരോരുത്തരായി വീടുകളിലേക്ക് മടങ്ങി. എന്നാൽ മുരളിക്കും സരസ്വതിക്കും ആ രാത്രി അവസാനിച്ചിരുന്നില്ല. അവരുടെ ജീവിതത്തിലെ ഏറ്റവും നീണ്ട രാത്രിയായിരുന്നു അത്. പോലീസ് സ്റ്റേഷനിൽ ഔപചാരികമായി പരാതി രജിസ്റ്റർ ചെയ്തു. മീനുവിന്റെ പ്രായം, രൂപം, വസ്ത്രധാരണം, മുടിയിലെ പിങ്ക് ക്ലിപ്പ്, കയ്യിലുണ്ടായിരുന്ന ചുവന്ന ബലൂൺ, എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്തി. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ മുരളിയെ നോക്കി പറഞ്ഞു, ഞങ്ങൾ കഴിയുന്നതെല്ലാം ചെയ്യും. പക്ഷെ ഒരു കാര്യവും മറച്ചു വയ്ക്കുന്നില്ല. ആദ്യ 24 മണിക്കൂറാണ് ഏറ്റവും നിർണായകം. ആ വാക്കുകൾ കേട്ടപ്പോൾ സരസ്വതിയുടെ ശരീരം വിറച്ചു. അവൾ പൊട്ടിക്കരഞ്ഞു. സാർ, എന്റെ കുഞ്ഞിനെ എനിക്ക് തിരികെ കിട്ടുമല്ലോ അല്ലേ? ആ ചോദ്യത്തിന് ആ പോലീസുകാരന്റെ കയ്യിൽ മറുപടി ഉണ്ടായിരുന്നില്ല. അദ്ദേഹം നിശബ്ദനായി നിന്നു. അതേസമയം ബസ് അതിന്റെ അവസാന സ്റ്റോപ്പിലെത്തി. ശാന്ത മീനുവിനെയും എടുത്ത് ബസ്സിൽ നിന്ന് ഇറങ്ങി. ആ കുഞ്ഞ് ഇപ്പോഴും ഉറക്കത്തിലായിരുന്നു. വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ അയൽവാസികൾ ചോദിച്ചു, ശാന്തേ, ഈ കുഞ്ഞാരാ? ശാന്ത ഒന്ന് പതറി. ഒരു നിമിഷം ആലോചിച്ച ശേഷം അവൾ പറഞ്ഞു, ഉത്സവത്തിൽ കരഞ്ഞുകൊണ്ട് നിന്നതാ. ആദ്യം വീട്ടിലെത്തട്ടെ, നാളെ പോലീസിൽ അറിയിക്കാം. അത് കേട്ടവർ തലകുലുക്കി. ആർക്കും സംശയം തോന്നിയില്ല. വീട്ടിലെത്തിയ ശേഷം ശാന്ത മീനുവിനെ കിടക്കയിൽ കിടത്തി. കുഞ്ഞു ഉറക്കത്തിനിടയിലും പതുക്കെ പറഞ്ഞു, അമ്മേ. ആ ഒരു വാക്ക് ശാന്തയുടെ ഹൃദയത്തിലേക്ക് അമ്പ് പോലെ തറച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. മൃദുവായി കുഞ്ഞിന്റെ തലയിൽ തലോടിക്കൊണ്ട് അവൾ കണ്ണുനീർ തുടച്ചു. ഭിത്തിയിൽ തൂങ്ങിയിരുന്ന ഒരു പഴയ ഫോട്ടോയിലേക്ക് അവളുടെ കണ്ണുകൾ പതിഞ്ഞു. ആ ഫോട്ടോയിൽ 3 വയസ്സുള്ള ഒരു കുഞ്ഞു പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ആ ഫോട്ടോയുടെ താഴെ ഒരു മാല തൂങ്ങിയിരുന്നു. ശാന്ത വിറയുന്ന ശബ്ദത്തിൽ പറഞ്ഞു, ഇന്ന് നീ ഉണ്ടായിരുന്നെങ്കിൽ നിനക്കും ഇതേ പ്രായമായേനെ. ആ ഫോട്ടോയിലുള്ള കുഞ്ഞ് ആരായിരുന്നു? അവൾക്ക് എന്ത് സംഭവിച്ചു? എന്തുകൊണ്ടാണ് ശാന്ത ആ ഫോട്ടോ നോക്കി കരഞ്ഞത്? ആ ചോദ്യങ്ങളുടെ ഉത്തരമാണ് മീനുവിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്നത്. ഈ ചോദ്യങ്ങൾക്കുള്ള എല്ലാ ഉത്തരങ്ങളുമായി അടുത്ത എപ്പിസോഡ് ഉടൻ എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.